അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 196 വചനമാണ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തആല ഉചിതമായ പ്രതിഫലങ്ങൾ നൽകും എന്ന് വിശദീകരിക്കുന്നു. ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ടുഡേയ്സ് മെൻ ആൻഡ് വിമൻ സ്ട്രഗിൾ ടു ഗെറ്റ് ഈക്വാലിറ്റി ഓഫ് റൈറ്റ്സ്. ഇന്നത്തെ പുരുഷന്മാരും സ്ത്രീകളും സമത്വത്തിനു വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. തുല്യതയ്ക്ക് വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. വിമൻ യൂഷ്വലി കൺസിഡേർഡ് ആസ് ദ ഇൻഫീരിയർ സെക്സ്. സ്ത്രീയെ അവർ ഒരു താണ നിലയിലുള്ള ഒരു വിഭാഗമായിട്ട് കണക്കാക്കുന്നു. ഇൻസിസ്റ്റ് ടു ക്ലൈംബ് ദ സോഷ്യൽ ലാഡർ ആൻഡ് ബിക്കം ആസ് ഇമ്പോർട്ടൻ്റ് ആസ് മെൻ ഇൻ ആൾ ഫീൽഡ്സ്. അവരെ സമൂഹത്തിലെ താണ നിലവാരത്തിലുള്ളവരാണെന്നും സമൂഹത്തിലുള്ള എല്ലാ രംഗങ്ങളിലും പുരുഷനെ പോലെ സ്ത്രീകൾക്കും സമത്വം കിട്ടുന്നതിനു വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾക്ക് സ്ഥാനം കുറവാണ് എന്നും അതുകൊണ്ട് പുരുഷന്മാരെ പോലെ തന്നെ തുല്യതയ്ക്ക് അവർക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് അവർ ഇന്ന് അതിനുവേണ്ടി നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ വൺ ഫീൽഡ് ദേ മിസ് ഈസ്, എന്നാൽ അവർക്ക് നഷ്ടമായ ഒരു രംഗം എന്ന് പറയുന്നത് ഇസ് ദ സ്പിരിച്വൽ ഫീൽഡ്. ആത്മീയ രംഗത്തെക്കുറിച്ച് അവർ തുല്യതയ്ക്കായി അവർ പരിശ്രമിക്കുന്നില്ല. ദോ ദ ഖുർആൻ കൺസിഡേഴ്സ്, എന്നാൽ ഖുർആൻ പരിഗണിക്കുന്നുണ്ടെങ്കിലും വിമൻ ആസ് ഓഫ് ഫ്രാഗൈൽ കോമ്പോസിഷൻ,
അവരെ ദുർബലമായ നിലയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ടെങ്കിലും അതിനെ അവർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. ഇൻഫീരിയർ ടു മെൻ, പുരുഷനേക്കാൾ അല്പം താഴെയാണ് അവരുടെ സൃഷ്ടിപ്പ് എന്നത് സംബന്ധമായി അവർ ചിന്തിക്കുന്നില്ല. ഓഫ് ദെയർ ഫിസിക്കൽ ബിൽഡ്, അത് ആ ശാരീരികമായ നിർമ്മിതിയിൽ പുരുഷനേക്കാൾ അല്പം താഴെയാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. They were created with. But it must be born in mind. അങ്ങനെ പുരുഷനേക്കാൾ ശാരീരിക പ്രകൃതിയിൽ അല്പം താഴെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് that Allah has created them with a special capacity. അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക കഴിവ് നൽകിക്കൊണ്ടാണ്. ടു എക്സൽ ഇൻ സ്പിരിച്വൽ മാറ്റേഴ്സ്, അങ്ങനെ അവർ ആത്മീയ കാര്യങ്ങളിൽ അവർക്കും മുൻകടന്നു പോകാനുള്ള വഴികളൊക്കെ അല്ലാഹു തുറന്നു വച്ചിരിക്കുന്നു. അവരുടെ ശാരീരികമായ പ്രകൃതി അനുസരിച്ച് പുരുഷനേക്കാൾ ശക്തി കുറവാണെങ്കിലും ആത്മീയപാതയിൽ അവർക്ക് മുന്നേറി മുന്നോട്ട് പോകാനുള്ള കഴിവുകൾ അല്ലാഹു കൊടുത്തിരിക്കുന്നു എന്നത് അവർ പരിഗണിക്കുന്നില്ല. അങ്ങനെ വിച്ച് ബോത്ത് ഓഫ് ദം ഷാൽ അറ്റൈൻ ടു ഹിം ത്രൂ ഗുഡ് ഡീഡ്സ്. ശാരീരിക പ്രകൃതി അനുസരിച്ച് അല്പം ശക്തി കുറവാണെങ്കിലും അവർക്ക് നേടാൻ കഴിയും. ബോത്ത് ഓഫ് ദം, ഇരു കൂട്ടർക്കും, പുരുഷനും സ്ത്രീക്കും നേടാൻ കഴിയും ത്രൂ ഗുഡ് ഡീഡ്സ്. അവനെ പ്രാപിക്കാൻ കഴിയും നല്ല പ്രവർത്തനങ്ങളിലൂടെ, നല്ല ഗുഡ് ഇൻറ്റൻഷൻസ്, നല്ല ഉദ്ദേശങ്ങളോടെ, അതുപോലെ ആൻഡ് പ്രയേഴ്സ്, പ്രാർത്ഥനയിലൂടെയും. അപ്പോൾ പ്രാർത്ഥനയിലൂടെയും നല്ല നീയത്തിലൂടെയും നല്ല പ്രവർത്തനങ്ങളിലൂടെയും പുരുഷനോടൊപ്പം സ്ത്രീക്കും അള്ളാഹുവിനെ പ്രാപിക്കാൻ കഴിയും എന്നത് അവർ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല. Despite the fact that women can never attain to prophethood earth, ഭൂമിയിൽ അവർക്കൊരിക്കലും ഒരു പ്രവാചകനായി തീരാൻ കഴിയില്ല എങ്കിൽ പോലും, ഭൂമിയിൽ വെച്ച് അവർക്കൊരു പ്രവാചകത്വ പദവിയിലേക്ക് എത്തുവാൻ കഴിയില്ലെങ്കിൽ പോലും, but it does not mean that she does not attain a high spiritual stage in the eyes of Allah. അള്ളാഹുവിൻ്റെ വീക്ഷണത്തിൽ അവർക്ക് ആത്മീയമായ ഉന്നതമായ പദവി ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ അവർക്ക് ആത്മീയമായ ഉന്നതമായ പദവി നേടാൻ കഴിയും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം. ദ പ്രസൻറ്റ് വേഴ്സ്, ഈ വചനത്തിൽ, കംസ് ആസ് ആൻ അഡ്വക്കേറ്റ് ഫോർ ദ ട്രൂ റൈറ്റ്സ് ഓഫ് മെൻ, വിമൻ, ഈ സ്ത്രീകളുടെ ആ യഥാർത്ഥമായ അവകാശങ്ങളെക്കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നു. അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന്, ഇൻസിസ്റ്റിംഗ് ഓൺ ദ ഫാക്ട്, ഒരു വസ്തുത ഉറപ്പിച്ചു പറയുകയാണ്. ദാറ്റ് ദേ ടു ആർ ദ ക്രീച്ചേഴ്സ് ഓഫ് അല്ലാഹ്, സ്ത്രീകളും പുരുഷന്മാരെ പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നും, ആൻഡ് ഷാൽ ബി റിവാർഡഡ് ഹാൻസംലി, അവർക്കും പ്രതിഫലങ്ങൾ അളവറ്റ നിലയിൽ നൽകുന്നതാണെന്നും, അക്കോർഡിംഗ് ടു ദെയർ ഗുഡ് ഡീഡ്സ്, അവരുടെ നല്ല പ്രവർത്തനങ്ങൾക്കനുസൃതമായി അവർക്ക് അളവറ്റ അനുഗ്രഹങ്ങൾ, പ്രതിഫലങ്ങൾ നൽകുന്നതാണ് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം ഇത്രയാണ്. അതായത് പുരുഷനെ പോലെ സ്ത്രീയെയും സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ ഫിസിക്കലി അവർക്കല്പം കുറവ് കൊടുത്തിരിക്കുന്നത് അവൻ്റെ സൃഷ്ടി മഹത്വമാണ്.
എന്നിട്ട് ആത്മീയമായിട്ട് പ്രവാചകത്വ പദവി അവർക്ക് ലോകത്ത് നൽകുന്നില്ലെങ്കിലും ആത്മീയമായ നിലയിൽ അവർ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവുമായിട്ട് അടുക്കുമ്പോൾ അവർക്ക് സമുന്നതമായ നിലയിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ അള്ളാഹു തുറന്നു വച്ചിരിക്കുന്നു. ടു പ്രൂവ് ദിസ് ഈ കാര്യം തെളിയിക്കുന്നതിനായി ദ വേഴ്സ് ക്ലിയർലി പോയിൻറ്റ്സ് ഔട്ട്, ഈ വചനം വ്യക്തമായി പറയുന്നത് ദിസ് ഫാക്ട് by putting women also as being in the same category as the ulul albab. നമ്മൾ 2-3 വചനത്തിന് മുമ്പ് പറഞ്ഞ ഒരു 5-6 വചനങ്ങൾ ഇതിന് വേണ്ടിയാണ്. ബുദ്ധിമാന്മാരായ ആളുകൾ അവർ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ അല്ലാഹു തആല സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പീപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരായ ആളുകൾ രാവും പകലും അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുകയും എന്നിട്ട് ഇത് വെറുതെ അല്ല സൃഷ്ടിച്ചിരിക്കുന്നതെന്നും അവർ നിന്നും ഇരുന്നും പാർശ്വങ്ങളിൽ കിടന്നും ദൈവസ്മരണ നടത്തുന്നവരാണെന്നും ഖുർആൻ മുൻവചനങ്ങളിലൂടെ പറയുന്നതിൻ്റെ തുടർച്ചയാണ് ഇത്. അപ്പോൾ അവരെ ഉലുൽ അൽബാബ് കാറ്റഗറിയിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഫ്രം വേഴ്സ് 191 to 196, ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ വചനം വരെ 191 മുതൽ 196 വരെ ദ റെഫറൻസ് ഈസ് ടു ദ ഉലുൽ അൽബാബ്, അതിൽ ബുദ്ധിമാന്മാരായ ആളുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽ സ്ത്രീകളും ഉൾപ്പെടുന്നതാണ്. ബൈ മെൻഷനിങ് ദ ഫീമെയിൽ ജെൻഡർ ആൾസോ, അതിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അല്ലാഹ് വിഷസ് ടു മേക്ക് ക്ലിയർ, അള്ളാഹു വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദാറ്റ് വുമൻ ആൾസോ ആർ ഉലുൽ അൽബാബ്, സ്ത്രീകളും ബുദ്ധിമാന്മാരായ ബുദ്ധിമതികളായ പട്ടികയിലേക്ക് അവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന്. ആൻഡ് ദാറ്റ് ദേ ഹാവ് ദ കപ്പാസിറ്റി ടു റീച്ച് ഹൈ ഡിഗ്രീസ് ഓഫ് പ്രോക്സിമിറ്റി ഓഫ് അല്ലാഹ്, അള്ളാഹുവുമായിട്ട് സാമീപ്യം പ്രാപിക്കുന്നതിനുള്ള ഉന്നതമായ കഴിവുകൾ അല്ലാഹു തആല അവർക്ക് നൽകിയിരിക്കുന്നു, അവരിൽ ഉണ്ട്. അപ്പം അള്ളാഹുവുമായി അടുപ്പം സ്ഥാപിക്കുന്ന കാര്യത്തിൽ പുരുഷനോടൊപ്പം തന്നെ സ്ത്രീകൾക്കും സമുന്നതമായ അവസ്ഥാവിശേഷം അള്ളാഹു നൽകിയിരിക്കുന്നു. എ കോൺക്രീറ്റ് എക്സാമ്പിൾ ഓഫ് ദി സ്പെഷ്യൽ സ്റ്റേഷൻസ്, ഇങ്ങനെയുള്ള മഹത്വപൂർണമായ ഈ പദവിയിലേക്ക് അവർക്ക് എത്തുവാനുള്ള അതിൻ്റെ ശക്തമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഈസ് മെൻഷൻ ഇൻ ദ ഖുർആൻ ഇറ്റ്സെൽഫ്, വിശുദ്ധ ഖുർആനിൽ തന്നെ അത് പരാമർശിച്ചിരിക്കുന്നു. ദ മദർ ഓഫ് മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാമിൻ്റെ മാതാവ്. ദ മദർ ഓഫ് ഈസ അലൈഹിസ്സലാം, അതുപോലെ ഈസ അലൈഹിസ്സലാമിൻ്റെ മാതാവ്. ദ വൈഫ് ഓഫ് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഭാര്യമാർ. ആൻഡ് ദ വൈഫ് ഓഫ് ഫറോവ, അതുപോലെ മൂസായുടെ കാലഘട്ടത്തിൽ ഇൻ ദ ടൈംസ് ഓഫ് മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഫറോവയുടെ ഭാര്യ. ഈ ആളുകളുടെ പേരുകൾ, ഈ സ്ത്രീകളുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദീസ് വിമൻ, എന്താണ് ഈ സ്ത്രീകളുടെ പ്രത്യേകത? ഈസ് ദാറ്റ് ദേ ഓൾ ഹാഡ് എ ക്ലോസ് ബോണ്ട്, ഈ സ്ത്രീകൾക്കെല്ലാം ഒരു ക്ലോസ് ബോണ്ട് ഉണ്ടായിരുന്നു. അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുത്ത ഒരു കരാർ ബന്ധം ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഈവൻ ഗോട്ട് റിവലേഷൻസ് ഫ്രം അള്ളാഹ്. എന്തിനേറെ പറയുന്നു, അതിലൂടെ അല്ലാഹു തആലയിൽ നിന്നുള്ള വെളിപാടുകളും ഈ സ്ത്രീകൾക്ക് ലഭിക്കുകയുണ്ടായി. ആൻഡ് ദീസ് റിവലേഷൻസ്, ഈ വെളിപാടുകൾ വേർ ഫോർ ദം ബോത്ത്സ് ഗുഡ് പ്രോമിസസ്, ആ വെളിപാടുകൾ എന്ന് പറയുന്നത് പ്രോമിസസ്, വാഗ്ദാനങ്ങളായിരുന്നു. ആൻഡ് ന്യൂസ് ഓഫ് ദ റിയലൈസേഷൻ ഓഫ് ദെയർ പ്രേയേഴ്സ്, അവർ ചെയ്ത പ്രാർത്ഥനയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന ബോധ്യപ്പെടൽ അവർക്കതിലൂടെ ലഭ്യമാവുകയുണ്ട്. ആൻഡ് സ്പെഷ്യൽ ഡിവൈൻ ഫേവേഴ്സ് അപ്പോൺ ദം, ഈ ആളുകളുടെ മേൽ അല്ലാഹു തആല പ്രത്യേകമായ അനുഗ്രഹം ചെയ്യുകയുണ്ടായി. അപ്പം സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ സമുന്നതമായ ആത്മീയ പദവിയിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു വച്ചിരിക്കുന്നു. അത്തരം സ്ത്രീകൾ അല്ലാഹുവുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നതിൻ്റെ ഉദാഹരണം നൽകുന്നു. അതുകൊണ്ട് ഭൂമുഖത്ത് വസിക്കുന്ന സകല പുരുഷന്മാർക്കും സകല സ്ത്രീകൾക്കും അല്ലാഹുവുമായിട്ട് സാമീപ്യം പ്രാപിക്കുന്നതിനുള്ള വഴികൾ തുറന്നു വച്ചിരിക്കുന്നു. അതിൽ ശാരീരികമായ നിലയിൽ അല്ലാഹു ഉദ്ദേശിച്ച നിലയിൽ പുരുഷനെയും സ്ത്രീയെയും
ഇരിക്കുന്നു. അതിൻ്റെ ഇക്വാളിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിപ്ലവം ഉണ്ടാക്കുന്നതിനപ്പുറത്ത് സൃഷ്ടിപ്പിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണമെന്നാണ് ഈ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. Thus the verse comes as a reassurance from God. അപ്പോൾ ഈ വചനം വരുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഉറപ്പീരാണ്. ദാറ്റ് ഹി ഷാൽ നെവർ ലെറ്റ് ദ ട്രൂലി സിൻസിയർ, നിഷ്കളങ്കമായ യഥാർത്ഥമായ നിലയിൽ നിഷ്കളങ്കതയുള്ള ഒരാളെയും അള്ളാഹു ഉപേക്ഷിക്കുകയില്ല. ബി ദം മെയിൽസ് ഓർ ഫീമെയിൽസ്, അവർ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, ടു ഗോ എംപ്റ്റി ഹാൻഡഡ്, അവർ വെറും കൈയോടെ പോകേണ്ടി വരില്ല. വെൻ ദേ ഹാവ് ടോയിൽഡ് നൈറ്റ് ആൻഡ് ഡേ, രാവും പകലും അവർ അത്യധ്വാനം ചെയ്യുമ്പോൾ, ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദെയർ ഓൺ ഫെയ്ത്ത്സ്, അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിനായി രാവുകളിലും പകലുകളിലും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും പ്രവർത്തന ഫലത്തെ അവൻ നിഷ്ഫലമാക്കി കളയുകയില്ല. ആൻഡ് ദാറ്റ് ഓഫ് അതേഴ്സ് ഇൻ ദ ഹോപ്പ് ദാറ്റ് ദ ലാറ്റർ കംസ് ടു റിയലൈസ് ദ ഒൺനെസ് ഓഫ് അല്ലാഹ്. അല്ലാഹു തആല ഏകനാണ് എന്നുള്ള ഈ യാഥാർത്ഥ്യം അവർ അറിയുകയും ആൻഡ് അസോസിയേറ്റ് നോട്ട് എനിത്തിങ് ഇൻ ഹിസ് വർഷിപ്പ്, അവൻ്റെ ആരാധനയിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും സമുന്നതമായ സ്ഥാനങ്ങളിലേക്ക് പദവികൾ ലഭിക്കുകയും അള്ളാഹുവുമായി സാമീപ്യം പ്രാപിക്കുകയും അള്ളാഹു അവരോട് സംസാരിക്കുകയും അവർക്ക് വെളിപാടുകൾ നൽകുകയും അവരെ സമുന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഈ ആത്മീയ പാത വിശുദ്ധ ഖുർആൻ അത് നൽകുന്ന പാഠങ്ങൾ സൃഷ്ടാവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വത്തെ വിളംബരം ചെയ്യുന്നതിനെ പരിപൂർണമായിട്ടും അംഗീകരിക്കുക. ഗോഡ് ഈസ് നെവർ അൺജസ്റ്റ്. അല്ലാഹു തആല ഒരിക്കലും അനീതി ചെയ്യുന്നവനല്ല. ഹി ഗിവ്സ് റിവാർഡ്സ്. അല്ലാഹു തആല പ്രതിഫലങ്ങൾ നൽകുന്നവനാണ്. ആസ് പെർ ദ ഗുഡ് വർക്ക്സ് ഓഫ് ഹിസ് സർവൻസ്, അവൻ്റെ ദാസന്മാർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾക്കനുസൃതമായ ഫലങ്ങൾ നൽകുന്നതാണ്. ബി ദം മെൻ ഓർ വുമൻ ഓഫ് ആൾ ഏജ് ഗ്രൂപ്പ്സ്, അത് ഏത് പ്രായത്തിലുള്ള പുരുഷന്മാരായാലും ശരി സ്ത്രീകളായാലും ശരി, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് സമുന്നതമായ സ്ഥാനത്തേക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ്റെ സമുന്നതമായ പട്ടികയിൽ ഐഹിക ലോകവും പാരത്രിക ലോകവുമാണുള്ളത്. അപ്പോൾ സമുന്നതമായ സ്ഥാനത്തേക്ക് കയറുന്നതിന് വേണ്ടി ഡേ ആൻഡ് നൈറ്റ് ദ വർക്ക്സ് ദേ ഹാവ് ഡൺ, ഈ രാവും പകലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ചെയ്ത് അവൻ്റെ പക്കൽ നിന്ന് സമുന്നതമായ സ്ഥാനത്തേക്ക് ഇഹലോകത്തും പരലോകത്തും ചേരുന്നതിനുള്ള കഠിനയത്നത്തിലായിരിക്കണം മനുഷ്യനെന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കും. ഇതനുസരിച്ച് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല നിലയിലുള്ള വിദ്യാഭ്യാസവും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് 10, 20, 25 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഇഹലോകത്തുള്ള സമുന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. അവർ നമ്മുടെ ശാസ്ത്ര ഗവേഷണശാലകളിലോ അധ്യാപന രംഗങ്ങളിലോ ഭരണരംഗങ്ങളിലോ ഒക്കെ കടന്നു കയറുന്നതിന് ഉലല്ലൽബാബുമാർക്കും ബുദ്ധിമാന്മാരായ ആളുകൾക്ക് അവസരങ്ങൾ വളരെയാണ്. അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നതോ ബുദ്ധിമാന്മാരെയുമാണ്. പക്ഷേ ആ ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് അവരുടെ ബുദ്ധിയെ ഉപയോഗിച്ച് ഇഹലോകത്തും പരലോകത്തും സമുന്നതമായ പ്രതിഫലങ്ങൾ റിവാർഡുകൾ നേടുന്നതിന് വേണ്ടി എന്ത് പരിശ്രമമാണ് നടത്തുന്നത്? അതിനു വേണ്ടി 700 കൽപ്പനകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് 1-2 കാര്യങ്ങളെങ്കിലും നമ്മൾ നിറവേറ്റിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഇഹലോകത്ത് തന്നെ സമുന്നതമായ സ്ഥാനത്തെത്താൻ കിട്ടും. ഇപ്പോൾ ഒരു IAS ഓഫീസറായാൽ, അല്ലെങ്കിൽ ഒരു ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിൽ ഒരു സയൻറ്റിസ്റ്റായാൽ, അല്ലെങ്കിൽ ഏറ്റവും നല്ല വിദഗ്ധനായ ഒരു എൻജിനീയറായാൽ, ഏത് രംഗത്തായാലും ശരി, എങ്ങും നമ്മൾ എത്താന്നതിന് ഈ അള്ളാഹുവിൻ്റെ ഈ വചനങ്ങളെ നമ്മൾ അവഗണിച്ചുകൊണ്ടുള്ള യാത്രയാകുന്നത് കൊണ്ട് നമ്മൾ മിക്കവാറും എല്ലായിടത്തും അള്ളാഹു അല്ലാത്തവരുടെ അടിമകളായി കഴിയുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉദ്ദേശങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചുകൊണ്ട്, നിങ്ങളുടെ ദിനരാത്രങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, ഓരോ മണിക്കൂറും
നിങ്ങൾ വൃഥാവിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെ 6-7 പേര് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലെല്ലാം മൊബൈൽ ഇരിപ്പുണ്ട്, നല്ല പാള പോലുള്ള മൊബൈൽ. ഒരാൾ പോലും ഇതിനകത്ത് ഈ ഖുർആൻ ക്ലാസ് 5-10 മിനിറ്റുള്ളത് ഒന്ന് കേൾക്കാൻ വേണ്ടി അള്ളാഹ് അയച്ച ഒരാൾ പറഞ്ഞ ആ ഖുർആൻ അതിൻ്റെ വിശദീകരണം ഒന്ന് കേൾക്കാൻ എവിടെ നിങ്ങളുടെ മക്കളൊക്കെ? അവരുടെ ഈ പാളകളൊക്കെ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു? ഇതല്ലാത്ത എത്ര സമയങ്ങളിലാണ്, ദിനരാത്രങ്ങളിലാണ് അവർ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ലിസ്റ്റിൽ നോക്കിയിട്ട് വളരെ വേദന തോന്നുന്നു. ഇതിനേക്കാൾ എത്രയോ മടങ്ങ് വേദനിക്കുന്നുണ്ടാകും നമ്മുടെ ഇമാം. ഈ ഗ്രന്ഥം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തതനുസരിച്ച് അദ്ദേഹം ഈ കാലഘട്ടത്തിലേക്ക് നൽകുന്ന ഈ വിശദീകരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളുമൊക്കെ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരൽപ്പം പദവി കൂടുതൽ തന്നിട്ടുമുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഈ കഴിവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് അവരെന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അവരുടെ ജീവിതത്തെ വീണ്ടും റീഷേപ്പ് ചെയ്യണം, രൂപകൽപ്പന ചെയ്ത് ദിനരാത്രങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമെടുക്കുകയാണ്. അള്ളാൻ്റെ മാർഗത്തിൽ ഒരു 5 രൂപയോ 10 രൂപയോ കൊടുക്കാൻ പറയുമ്പോൾ അതൊന്നും കൊടുക്കാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന 30-ൻ്റെ അന്ന് നമ്മളെല്ലാവരും വാടക കൊടുക്കുന്നവരല്ലേ? വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ ടാക്സ് നമ്മൾ അത് കൃത്യമായിട്ട് കൊടുത്തല്ലോ. ഇനി നമുക്ക് 5 സെൻറ്റ് ഉണ്ട് എങ്കിൽ അവിടെ കരം കൊടുക്കണ്ടേ? വർഷത്തിലൊരിക്കൽ ഒരു വീടുണ്ട്, വീട്ടിന് കൊണ്ട് കരം കൊടുക്കണ്ടേ? നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളെ വിടുന്നു, അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള പൈസ അവിടെ കൊണ്ട് കൊടുക്കണ്ടേ? നിങ്ങൾക്ക് സാധന സാമഗ്രികൾ വാങ്ങിക്കണം, അവിടെ കൊണ്ടുവന്ന് കൊടുക്കണ്ടേ? സാധനങ്ങൾ വാങ്ങുന്നതിന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ വാങ്ങുന്നതിന് പണം കൊടുക്കണ്ടേ? എന്നിട്ട് അല്ലാഹു തആല വിശ്വാസികളോട് പറഞ്ഞ അവർ നമസ്കരിക്കുകയും അള്ളാഹിൻ്റെ വഴി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണെന്ന്. അള്ളാഹിൻ്റെ വഴിയിൽ 5 പൈസ പോലും ഒന്ന് മാറ്റി വെച്ചിട്ട് അത് ബന്ധപ്പെട്ട ആളുകളിലേക്ക് അത് എത്തേണ്ടടുത്തേക്ക് എത്തിക്കാനുള്ള വഴികൾ തുറക്കാൻ ആരാ ചെയ്യുന്നു? ഒന്ന് ആലോചിച്ച് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കിയാൽ മതി. എനിക്ക് അല്ലാഹു തആല ആഫിയത്ത് തന്നിരിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് ശമ്പളവും എനിക്ക് മറ്റ് ജോലിയിലൂടെ ബിസിനസ്സിലൂടെ എനിക്ക് ഇത് കിട്ടുകയും ചെയ്യുന്നു. അതിൽ നല്ല വഴിയിൽ ചെലവഴിക്കുന്നതിനായിട്ട് നിങ്ങളോട് അള്ളാഹ് പറഞ്ഞതാണല്ലോ. നിങ്ങൾക്ക് ആരോഗ്യം തന്നതുകൊണ്ട്, നിങ്ങൾക്ക് ഇതിനുള്ള സൗകര്യം ചെയ്തതുകൊണ്ട്. ഇതില്ലാത്ത ആളുകൾ കുറച്ച് അപ്പുറത്തുണ്ട്, അവർക്കത് എത്തിക്കണം. അതും നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇതിനൊക്കെ നമ്മുടെ മക്കളും കൂടെ ഇതൊക്കെ ഒന്ന് അറിയണം, അവരെ ഒന്ന് മനസ്സിലാക്കിക്കണം. അവരെ കിടന്ന് ഉറങ്ങാൻ അനുവദിക്കരുത്. 3 മണി മുതൽ 5 മണി വരെ തഹജ്ജുദിൻ്റെ സമയം. ആ സമയത്ത് അവർ ഉണരുമെങ്കിൽ അവർ ആരോഗ്യമുള്ളവരാവും, ബുദ്ധിയുള്ളവരാവും, അവർ അള്ളാഹുവിൻ്റെ പ്രീതി എടുക്കുന്നവരാവും. അങ്ങനെ നമ്മുടെ സന്താനങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ ഭാര്യയും മക്കളും എല്ലാവരും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്ന ഈ സമയത്ത് നല്ലതുപോലെ പുതച്ചിട്ട് കൊടുക്കുന്ന കുറേ വാപ്പാമാരും ഉമ്മമാരും ഉണ്ട്. നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. നമ്മൾ വെറും ഒരു പ്രഭാഷണം കേട്ട് പോകുന്നതല്ല, ഇതിലെന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യാൻ ഓരോരുത്തരും തയ്യാറാവണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്കിപ്പോൾ പച്ചയായിട്ട് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം കപടവേഷം ധരിച്ചിരിക്കുന്ന ആളുകളാണ്, ഞാൻ ഉൾപ്പെടെയുള്ളതാണ് പറയുന്നത്. ഈ കാപട്യത്തിൻ്റെ മേലങ്കിയൊക്കെ ഒന്ന് അണിഞ്ഞ്, സത്യവിശ്വാസത്തിൻ്റെ മേലങ്കി ഒന്ന് അണിയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കൂ. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. നമ്മുടെ